ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗാർഡൻ ഐഡിയാസ് ആണ്. അതിൽ പ്രധാനമായും ഈ ഗാർഡനിനെ മനോഹരമാക്കിയിരിക്കുന്ന ടയർ പോട്ട്, അതുപോലെ ചില പ്ലാന്റുകളുടെ പ്രത്യേകതയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ട്രൈ ഇറ്റ് വ്ലോഗ് എന്ന ഈ ചാനലിലൂടെ ഞാൻ പ്രധാനമായും ഗാർഡൻ ഐഡിയാസ്, ടിപ്സ്, അതുപോലെ റേഷൻ ന്യൂസ് എന്നിവയെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നത് സെലക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പോകുന്ന വീട് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടാണ്. എൻ്റെ സ്വന്തം ആപ്പാപ്പാൻ്റെയും ആമാമ്മയുടെയും വീടാണ് കേട്ടോ. അപ്പോൾ അവർ തയ്യാറാക്കിയ ഗാർഡനാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ കാണുന്നത് വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഈ വഴി മുഴുവനായിട്ടും കോളിയസ് കളർ ചെടി അല്ലേ, കളർ ചെടി എന്നാണ് സാധാരണ അതിന് പറയാറുള്ളത്. അതുപോലെ കണ്ണാടിച്ചെടി, ഞങ്ങളുടെ നാട്ടിലൊക്കെ മാസം മാറി എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ എന്താണ് ഇതിന് പറയാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ചെടിയുടെ മുകളിലായിട്ട് ചെറുതായിട്ടൊരു പൂവ് കണ്ടില്ലേ, ഇങ്ങനെ പൂക്കാറുണ്ട് കേട്ടോ ഈ ചെടി. ഈ ചെടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴിയിലെ മുഴുവൻ കണ്ണാടി ചെടികളെയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ തണ്ടുകൾ പൊട്ടിച്ചാണ് ഈ കാണുന്ന മാസം മാറി ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചത്. ഇവിടെ ഈ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരു 5 വിധം വെറൈറ്റികളൊക്കെ കാണുന്നുണ്ട്. ബ്ലാക്ക് ഡിസൈൻ ഉള്ളതും അതുപോലെ പിങ്ക് ഡിസൈനുകൾ ഉള്ളതും പിന്നെ ഗ്രീൻ കളറിൽ ഡിസൈൻ വരുന്നതും പിന്നെ മുഴുവനായിട്ട് ഗ്രീൻ ഉള്ളതും, അങ്ങനെ പല വെറൈറ്റികളും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതിന് സൂര്യപ്രകാശത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ കളറ്. സൂര്യപ്രകാശം ഇതിൻ്റെ കളറിനെ വളരെ മനോഹരമാക്കി തീർക്കും. അപ്പോൾ സൂര്യപ്രകാശം കൊള്ളുന്നത് ഇത് നല്ലതാണ്, ഈ ചെടിക്ക് നല്ലതാണ്. സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു ഭാഗത്താണെങ്കിൽ ഇതിൻ്റെ ഡിസൈനൊക്കെ മാഞ്ഞു പോകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം തട്ടാതിരുന്നാൽ ഇതിൻ്റെ ഡിസൈനിന് മങ്ങൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് കുറച്ച് പൊക്കത്തിലും വളർത്താം. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം നല്ല ഉയരത്തിൽ നിൽക്കുന്ന കണ്ണാടി ചെടികളാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കാം. അപ്പോൾ ആ റോഡിൽ നിന്നാണ് നമ്മൾ നടന്ന് വന്നത് ഇവിടെ എത്തിയത് കേട്ടോ. എത്ര ദൂരം കണ്ണാടി ചെടികളാണ്. ഇനി വീട് ഇരിക്കുന്ന സ്ഥലം കുറച്ച് അപ്പുറത്തായിട്ടാണ്. ആ കാണുന്നതാണ് വീട്. ഇതാണ് വീട്. ഈ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഇവിടെയും കണ്ണാടി ചെടികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കണ്ണാടിച്ചെടി സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്തുള്ളതാണ്. ഗാർഡൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. മുറ്റത്ത് കുറേശ്ശെ സിമെൻ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ ഒന്നുകൂടി ഒന്ന് മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് സിമെൻറ്റും കാര്യങ്ങളൊക്കെ മുറ്റത്തുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സൈഡേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് മുഴുവനായിട്ടുള്ള വീഡിയോ കാണാം. ഒരു ഓർഡറോട് കൂടി വെച്ചിട്ടുള്ള ഒരു ഗാർഡനാണിത്. അതായത് ഈ സ്റ്റാൻഡിൽ മുഴുവനായിട്ട് നമ്മുടെ ബോഗൻവില്ലയാണ്. ബോഗൻവില്ലയുടെ പലവിധ വെറൈറ്റീസ്, പലവിധ മോഡലുകളിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. അതായത് യെല്ലോ ഉണ്ട്, പിങ്ക്, 2 വിധത്തിലുള്ള പിങ്ക് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റിൽ 2 മോഡലുണ്ട്. കൂടുതലായിട്ട് ഫ്ലവർ തിങ്ങി ഫ്ലവർ ഉണ്ടാവുന്ന മോഡലും അതുപോലെ കുറേശ്ശെ ഫ്ലവർ ഉണ്ടാവുന്ന മോഡലും, അങ്ങനെ 2 വിധത്തിലുണ്ട്. ബോഗൻവില്ലയ്ക്ക് കടലാസ് ചെടി എന്നും കടലാസ് പൂവ് എന്നൊക്കെ ഇതിൻ്റെ പൂവിനെ ഞങ്ങൾ പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ ഉയർത്തിയും അതായത് നല്ല പൊക്കത്തിലും ഇത് വളർത്താം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു പോട്ടിൽ ചെറിയ ടൈപ്പായിട്ട് വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെറിയ ടൈപ്പായിട്ടും ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഗാർഡനിങ് തുടങ്ങുന്ന അന്ന് തൊട്ടേ ഉള്ള ഒരു പ്ലാന്റ് ആണിത്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പ്ലാന്റ് നഷ്ടപ്പെടാതെ നമ്മുടെ ഗാർഡനിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ കടലാസ് ചെടി എന്ന് പറയുന്ന നമ്മുടെ ബോഗൻവില്ല. 100ഓളം വെറൈറ്റികളുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ ബോഗൻവില്ല എന്ന് പറയുന്നത്. ഇതിന് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പല വെറൈറ്റീസ് കളക്ട് ചെയ്ത് തൻ്റെ ഗാർഡനിൽ സെറ്റ് ചെയ്യാറുമുണ്ട്. ഇത്തരം ഒരു സ്റ്റാൻഡ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കും. കൂടാതെ ഗാർഡനിൽ ഇഴജന്തുക്കളൊന്നും വരാതെ സംരക്ഷിക്കാനും ഈ ഒരു സ്റ്റാൻഡിനെ കൊണ്ട് കഴിയും. സാധാരണ ചെടിച്ചട്ടിയുടെ ചുവട്ടിലായി ഇഴജന്തുക്കൾ വന്നിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ അതിന് സാധ്യത കുറയുന്നു. ഇനി നമുക്ക് ടയർ പോട്ട് പരിചയപ്പെടാം. ഈ സ്റ്റാൻഡിൽ മുകളിൽ കാണുന്നതെല്ലാം പഴയ ടയർ കൊണ്ടുണ്ടാക്കിയെടുത്ത പോട്ടാണ്. ഈ ഒരു പോട്ടിന്റെ പ്രത്യേകത, നമുക്ക് ഒരുപാട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും.
അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പേസും ഉണ്ട്. വലിയ പുഷി ടൈപ്പുള്ള ചെടികളൊക്കെ ഇതിൽ വളർത്തിയെടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഈ രണ്ട് സൈഡിലായിട്ടും, അതായത് ഫ്രണ്ട് ഭാഗത്ത് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തുള്ള സ്റ്റാൻഡുകളാണിത്. രണ്ട് സ്റ്റാൻഡുകളുണ്ട്. രണ്ട് മോഡലിലുള്ള സ്റ്റാൻഡുകളാണ്. ഒന്ന് വലിയ സ്റ്റാൻഡ്, പിന്നെ ചെറിയ സ്റ്റാൻഡ്. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് പറഞ്ഞ് അളവെടുത്ത് ചെയ്തൊരു സ്റ്റാൻഡാണ്. പിന്നെ വെയിലും മഴയും കൊണ്ടാലൊന്നും ഇതിന് പ്രശ്നമില്ല. ഇത് അതിനായിട്ടുള്ള ഒരു പെയിൻ്റ് അടിച്ചു കൊടുത്താൽ ഒരു പ്രശ്നം വരില്ല. ഈ ഒരു പ്ലാന്റ് കണ്ടോ? ഈ പ്ലാന്റിനെ കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഫസ്റ്റ് പോട്ടിലുള്ളത് സീഡം പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ഒന്നിച്ച് നിറയെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ തണ്ടുകൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ആകെ ചെറിയൊരു തണ്ടിൽ നിന്നുമാണ് ഇത്രയധികം സീഡം പ്ലാന്റ് അമ്മമ്മ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ നാലാമത്തെ പോട്ടിലും നമുക്ക് സീഡം പ്ലാന്റ് കാണാം. അത് കുറേശ്ശെ ഇപ്പോൾ ഉള്ളൂ. ഇനി അതിങ്ങനെ നിറഞ്ഞു വരും കേട്ടോ. ഇതിൻ്റെ കളറ് സൂര്യപ്രകാശത്തിനനുസരിച്ചിരിക്കും. സൂര്യപ്രകാശം കൊള്ളുന്ന ഭാഗങ്ങളെല്ലാം യെല്ലോ കളറും, സൂര്യപ്രകാശം കുറയുകയാണെങ്കിൽ ഗ്രീൻ കളറിലാണ് ആവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ സീഡം പ്ലാന്റ്. പിന്നെ ഇതിന് കുറേശ്ശെ വെള്ളം മതി, കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നനയ്ക്കുമ്പോൾ അത്ര ഇതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ ഈ പോട്ടിലുള്ളത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ്. ഈ ചെടി സാധാരണ സ്റ്റാർ ഗ്രാസ്, അതുപോലെ ഹെമിഗ്രാപ്പിസ് റെപ്പൻഡ എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. സാധാരണ ഇതുപോലെ ഒരു പോട്ടിൽ നട്ടുപിടിപ്പിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇത് നട്ടുപിടിപ്പിക്കാം. പിന്നെ നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇത് നട്ടുപിടിപ്പിക്കാം, ഓരോ ഗാർഡൻ്റെ സൈഡിലും. അതുമല്ലെങ്കിൽ നമുക്കൊരു പുല്ല് മോഡലിൽ, അതായത് ഗ്രാസ് മോഡലിലും ഇത് നട്ടുപിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് മുകളിൽ വൈറ്റ് പൂക്കൾ വരാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ പോട്ടിൽ കാണുന്ന ചെടിയെ പരിചയപ്പെടാം. ബിഗോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണത്. അതിന് മുകളിൽ ചെറിയ പൂക്കളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇത് വളർത്താൻ പറ്റും. നാലാമത്തെ ഈ പോട്ടിലുള്ളത് നമ്മുടെ സീഡം പ്ലാന്റ് ആണ്. ഇനി അഞ്ചാമത്തെ പോട്ടിലേക്ക് കിടക്കാം. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. പിന്നെ ഈ രണ്ടെണ്ണം കാണുന്നത് സിങ്കോണിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. താഴെ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം വീട്ടിൽ തന്നെ സിമൻറ്റ് കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ചെടിച്ചട്ടികളാണ്. പിന്നെ ഈ മുകളിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ മോള് റിലേറ്റീവ് ആയിട്ടുള്ള ആൾ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ അവർ ഈ ചെടിച്ചട്ടികൾ വിൽപ്പനയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇത്തരം ചെടിച്ചട്ടികൾ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. മുകളിൽ ലാസ്റ്റ് വരുന്ന പൂക്കളുള്ള ഈ പ്ലാന്റും ബിഗോണിയ പ്ലാന്റിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൽ ഒരുപാട് പൂക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ താഴെ കാണുന്നത് ഒരുപാട് വെറൈറ്റികളാണ്, അതായത് നമ്മുടെ കണ്ണാടിച്ചെടിയുടെ വെറൈറ്റികൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നീട് അവിടെ തന്നെ നമുക്ക് നമ്മുടെ സീഡം പ്ലാന്റ് ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഇടതുവശത്തുള്ള സ്റ്റാൻഡുകൾ കാണാം. രണ്ട് സ്റ്റാൻഡുകളുണ്ട്. ഇവിടെ ഉള്ള പ്ലാന്റുകളൊന്ന് പരിചയപ്പെടാം. ചെറുതായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ പിടിച്ചു വരുന്ന ചെടികളാണ് നമ്മുടെ സീഡം പ്ലാന്റ്, അതുപോലെ തന്നെ ബിഗോണിയ പ്ലാന്റ്. പിന്നെ എല്ലാ ചെടികളും ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ ഈ ഭാഗത്തുള്ളത്. അത് ഈ സൈഡിലേക്കായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു സൈഡ് നന്നായിട്ട് തണുപ്പ് കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് ആവശ്യമുള്ള ചെടികളെല്ലാം ആ സൈഡിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റ്, അതുപോലെ ഫേണ്, എല്ലാ വിഭാഗവും ഈ ഭാഗത്തുണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ ചെറിയൊരു തൈയാണ് കേട്ടോ. ചെറിയ തൈയാണ് ഉള്ളത്. ബാക്കിയുള്ള പ്ലാന്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് പുതിയ ചെടികളും ചെടിച്ചട്ടികളൊക്കെ തയ്യാറാക്കുന്ന ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ഷെഡിന് ചുവട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. പുതിയ ചെടികളൊക്കെ സെറ്റാക്കുന്ന ഒരു ഭാഗം തന്നെ എന്ന് പറയാം. ഒരാഴ്ചത്തോളം ഈ ഒരു ഭാഗത്താണ് നട്ടുപിടിപ്പിക്കുന്ന ചെടികളെല്ലാം വെക്കാറുള്ളത്. കാരണം അധികം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ചെടി പെട്ടെന്ന് പിടിക്കാതെ വരും. അപ്പോൾ ഇങ്ങനെ തണുപ്പുള്ള ഒരു പ്രദേശത്ത് വെക്കുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത ചെടികൾ പിന്നീട് ഒരു 2 ആഴ്ചകൾക്കൊക്കെ ശേഷമേ ഗാർഡനിലേക്ക്
കൊണ്ടുവെക്കാറുള്ളൂ. അപ്പോൾ ഈ ഐഡിയ നമുക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് ചെടിച്ചട്ടി തയ്യാറാക്കാറുള്ളത്. ചെടിച്ചട്ടിക്ക് നല്ല ഡിസൈനുകളൊക്കെ വരുന്ന പോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അത്തരം പോട്ടുകളൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ വെച്ചിട്ടുള്ളത് ചെടിച്ചട്ടിയുടെ മുകളിലായിട്ട് ഡിസൈൻ വരാനാണ്. ഈ കാണുന്ന ചെടി ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്താം. ഒരു ചീര വിഭാഗത്തിൽ വരുന്ന ഒരു ചെടിയാണ്. റൂബി ലീഫ് ആൾട്രാനാന്ത്ര എന്നൊക്കെയാണ് ഈ ചെടിക്ക് പറയുന്ന പേര്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്താം. ഈ വിഭാഗത്തിൽ തന്നെ മറ്റൊരു ചെടി കൂടെ ഇവിടെ ഉണ്ട്. ഇതും ആൾട്രാനാന്ത്രയിൽ വരുന്ന ചെടിയാണ്. ഇതിൻ്റെ ഗ്രീൻ കളറിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത ഈ ചെടി എന്ന് പറയുന്നത് കണ്ണാടിച്ചെടിയാണ്. കണ്ണാടിച്ചെടിയുടെ വേറൊരു വിഭാഗമാണ് ഇവിടെ. ഇനി ഈ കാണുന്നതെല്ലാം പൂക്കളിടുന്ന ചെടികളാണ്. ഓണപ്പൂവുണ്ട്. പിന്നെ അതുപോലെ ഈ കാണുന്ന പ്ലാന്റ് കൊങ്ങിണിപ്പൂവ്, അരിപ്പൂവ് എന്നൊക്കെ പറയാറുള്ള ലാൻഡാന പ്ലാന്റ് ആണ്. ഒരുപാട് ചെടിച്ചട്ടികൾ, അതുപോലെ ഇൻഡോർ പ്ലാന്റിനായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള കല്ലുകൾ എല്ലാം ഇവിടെ ആമാമ തന്നെ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മറ്റൊരു ദിവസം കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഒരു സൈഡിൽ മുഴുവനായിട്ടും പൂവിടുന്ന ചെടികളാണ്. ഒരുവിധം ചെടിയുടേത് തന്നെ പല വിധത്തിലുള്ള കളറുകളുള്ള പൂക്കളുടെ ഒരു കളക്ഷൻ തന്നെ ഈ ഗാർഡനിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഓക്കെ, ബൈ.